അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച. ഓർമ്മപ്പൂക്കളം ഒരുക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. കള്ളവും ചതിയും ഇല്ലാത്ത ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഭൂതകാലത്തിലേക്കുള്ള ഗൃഹാതുരമായ യാത്ര കൂടിയാണ് മലയാളികൾക്ക് ഓണം. ഓണം പ്രമാണിച്ച് ഇന്നും നാളെയും ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഏവർക്കും ഡെയിലി ന്യൂസിന്റെ തിരുവോണാശംസകൾ. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ആകാശത്ത് ദൃശ്യവിസ്മയമൊരുക്കുന്ന 1000-ഓളം ഡ്രോണുകളുടെ ലൈറ്റ് ഷോയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് മുകളിലായി 250 അടി ഉയരത്തിൽ രാത്രി 8:45 മുതൽ 9:15 വരെയാണ് 3 ദിവസത്തെ ഡ്രോൺ ലൈറ്റ് ഷോ നടക്കുക. തലസ്ഥാനത്ത് ആദ്യമായാണ് കേരള ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ലൈറ്റ് ഷോ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നബിദിനം. കാലാതീതമായ ദർശനങ്ങളിലൂടെ വഴികാട്ടിയ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷിക ദിനമാണ് ഇക്കുറിയെന്ന സവിശേഷതയുമുണ്ട്. ആസിയൻ കരാർ പുതുക്കാനും സിംഗപ്പൂരുമായുള്ള വ്യാപാര ബന്ധം വികസിപ്പിക്കാനും ഇന്ത്യ സിംഗപ്പൂർ ചർച്ചയിൽ ധാരണയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സ്ഥിരതയുള്ള രാജ്യമാണെന്നും നേരിട്ടുള്ള വിദേശ നിക്ഷേപം കൂട്ടുമെന്നും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും പ്രതികരിച്ചു. സിംഗപ്പൂരിനും ഇന്ത്യയ്ക്കുമിടയിലുള്ള പ്രത്യേക വ്യാപാര കരാറിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിനായുള്ള മാറ്റം വരുത്തും. ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 4/1 വരുന്നത് സിംഗപ്പൂരിൽ നിന്നാണെന്ന് നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ലോറൻസ് വോങ് ചൂണ്ടിക്കാട്ടി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇപ്പോഴത്തെ DIGയും പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും VD സതീശൻ കത്തിൽ ചൂണ്ടിക്കാട്ടി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. പ്രതിയായ പോലീസുകാരൻ സജീവന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് മാടക്കത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. സംഭവത്തെ തുടർന്ന് സജീവന്റെ വീടിന് പോലീസ് കാവൽ ഒരുക്കിയിട്ടുണ്ട്. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കേരള പോലീസിന് അപമാനകരമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അത്യധികം വേദനയോടെയാണ് ദൃശ്യങ്ങൾ കണ്ടത്. മനസാക്ഷിയുള്ള ഒരാൾക്കും അംഗീകരിക്കാനാവാത്ത ഈ നടപടി കേരള പോലീസിന് അപമാനകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ശബരിമല വിഷയത്തിൽ ആചാര ലംഘനം നടത്തിയതിന് മുഖ്യമന്ത്രി വിശ്വാസികളോട് മാപ്പ് പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ ചട്ടവിരുദ്ധമായ നടപടികൾ നടന്നുവെന്ന പുതിയ ആരോപണവുമായി CPI. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതെന്നും അതിനാൽ പട്ടിക റദ്ദാക്കണമെന്നും CPI നേതാവ് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. വരണാധികാരിയായിരുന്ന അന്നത്തെ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയ്ക്കും ഇരട്ട വോട്ടുണ്ടെന്നാരോപിക്കുന്ന CPI കളക്ടറുടെ ഇരട്ട വോട്ടിന്റെ തെളിവുകളും പുറത്തുവിട്ടു. പുരോഗതിയിലേക്കുള്ള പാതയിൽ രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് GST പരിഷ്കാരങ്ങളെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിപണിയെ കൂടുതൽ ഏകീകൃതവും മത്സരാധിഷ്ഠിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് GST പരിഷ്കരണത്തിന് കേന്ദ്ര സർക്കാർ തുടക്കമിടുന്നത്. പുതിയ നികുതി ഘടന സുതാര്യവും സാധാരണക്കാർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഉപകാരപ്രദവുമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ ചിരി ചിരി ചെറു ചിരി പൊളി പൊളി അടി പൊളി തകതിത്താരോ Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299.
വന്ദേ ഭാരത് ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം കൂട്ടി. 14 കോച്ചുകളിൽ നിന്ന് 18 കോച്ചുകളായാണ് ഉയർത്തിയിരിക്കുന്നത്. മലയാളികൾക്ക് റെയിൽവേയുടെ ഓണസമ്മാനമായി 4 അധിക കോച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച മുതലാണ് കോച്ചുകളുടെ എണ്ണം കൂടുക. ദൂരയാത്രകൾക്ക് വലിയ രീതിയിൽ മലയാളികൾ വന്ദേ ഭാരത് ട്രെയിൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ തേവലക്കര സ്വദേശിനി അതുല്യയുടെ മരണം കഴുത്തു ഞെരിഞ്ഞാണെന്നും ആത്മഹത്യയോ കൊലപാതകമോ ആകാമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ പരാമർശം. അതേസമയം അതുല്യയുടെ ശരീരത്തിൽ 46 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും മുറിവുകൾ പലതും മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് മുതൽ ഒരാഴ്ച വരെ മാത്രം പഴക്കമുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് പുതുനഗരത്തെ വീട്ടിൽ പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമെന്ന പോലീസ്. പ്രാഥമിക പരിശോധനയിലാണ് പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയില്ലെന്നും പരിക്കേറ്റ ഷെരീഫ് പന്നിപ്പടക്കം ഉപയോഗിച്ച് പന്നികളെ പിടികൂടാറുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പാലക്കാട് കല്ലേക്കാട് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിൽ 3 പ്രതികളും റിമാൻഡിൽ. ബിജെപി പ്രവർത്തകൻ സുരേഷ്, പൂളക്കാട് സ്വദേശി ഫാസിൽ, കല്ലേക്കാട് സ്വദേശി നൌഷാദ് എന്നിവരാണ് റിമാൻഡിലായത്. സുരേഷിന് സ്കൂളിലെ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സുരേഷ്, നൌഷാദ് എന്നീ പ്രതികൾ വ്യാസവിദ്യാപീഠം സ്കൂളിലെ സ്ഫോടനം നടക്കുന്നതിന്റെ തലേദിവസം അവിടെ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. കേളമംഗളം നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതിക്ക് വിദേശയാത്രയ്ക്ക് അനുമതി നൽകിയ കേരള ഹൈക്കോടതിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. കേരള ഹൈക്കോടതിയുടെ നടപടി ജുഡീഷ്യൽ സഭ്യതയ്ക്കും മര്യാദയ്ക്കും അച്ചടക്കത്തിനും നിരക്കുന്നതല്ലെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. തട്ടിപ്പ് കേസിലെ പ്രതിയായ അനിത പി നായരോട് പാസ്പോർട്ട് അടിയന്തരമായി വിചാരണ കോടതിക്ക് കൈമാറാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തമിഴക വെട്രിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയുടെ തമിഴ്നാട് പര്യടനം സെപ്റ്റംബർ 3-ാം വാരം മുതൽ ആരംഭിക്കും. മീറ്റ് ദി പീപ്പിൾ എന്ന പേരിലാണ് വിജയ് സംസ്ഥാന പര്യടനം നടത്തുന്നത്. സെപ്റ്റംബർ 3-ാം വാരം തിരുച്ചിറപ്പള്ളിയിലായിരിക്കും പരിപാടിയുടെ ഉദ്ഘാടനമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. പറന്നുയരുന്നതിന് തൊട്ടുമുൻപ് വിമാനത്തിൽ പക്ഷിയിടിച്ചതുമൂലം വിജയവാഡയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്നലെ റദ്ദാക്കി. വിമാനം റൺവേയിലൂടെ നീങ്ങുന്നതിനിടെ ഒരു കഴുകൻ വിമാനത്തിന്റെ മുൻഭാഗത്ത് ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വിമാനം റദ്ദാക്കുകയും 90 യാത്രക്കാർക്കായി മറ്റ് യാത്രാ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. വെള്ളപ്പൊക്കം ബാധിച്ച പഞ്ചാബിൽ 37 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സന്ദർശനം നടത്തി. പ്രളയം ദുരന്തം വിതച്ച സംസ്ഥാനത്തിന് കേന്ദ്രം എല്ലാ സഹായവും നൽകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ജമ്മു കാശ്മീരിലെ ഝലം നദിയിൽ ബണ്ടിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് 3 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. GST പരിഷ്കരണം കോടിക്കണക്കിന് ആളുകളെ സഹായിക്കാൻ വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GST പരിഷ്കാരങ്ങളെ പ്രശംസിച്ച മോദി GST 2.0 രാജ്യത്തിന്റെ പിന്തുണയ്ക്കും വളർച്ചയ്ക്കുമുള്ള ഒരു ഡബിൾ ഡോസ് ആണെന്നും 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ പുരോഗതിയെ പിന്തുണയ്ക്കുന്നതിനാണ് GST പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതെന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് സർക്കാർ ജനങ്ങൾക്കുമേൽ നിരവധി നികുതികൾ ചുമത്തിയെന്നും എന്നാൽ NDA സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി കുറച്ചുവെന്നും മോദി പറഞ്ഞു. രാജ്യത്ത് ഉപഭോഗവും വളർച്ചയും കൂടുമെന്നും വികസിത ഭാരതത്തിനായി കോർപ്പറേറ്റീവ് ഫെഡറലിസം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും GST മാത്രമല്ല NDA സർക്കാർ ആദായ നികുതിയും കുറച്ചുവെന്നും മോദി പറഞ്ഞു. പശ്ചിമ ബംഗാൾ നിയമസഭയിൽ കയ്യാങ്കളി. നാടകീയമായ സംഭവങ്ങൾക്കിടയിൽ 5 BJP MLA-മാർക്ക് സസ്പെൻഷൻ. ബംഗാളി കുടിയേറ്റക്കാർക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള സർക്കാർ പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ മമതയുടെ പ്രസംഗത്തിനിടെ ബഹളം വെച്ച BJP MLA-മാരെ ഉദ്യോഗസ്ഥർ പിടിച്ച് പുറത്താക്കുകയായിരുന്നു. ബഹളത്തിനിടെ BJP ചീഫ് വിപ്പ് ശങ്കർ ഘോഷ് തളർന്നു വീണു. പിന്നീട് ശങ്കർ ഘോഷിനെ അടക്കം 5 MLA-മാരെ സ്പീക്കർ സഭയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്രവും മണിപ്പൂർ സർക്കാരും കുക്കി സോ ഗ്രൂപ്പുകളുമായി പുതിയ കരാറിൽ ഒപ്പുവച്ചു. വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചകൾക്കിടെയാണ് പുതിയ കരാറിൽ ഒപ്പുവച്ചത്.
ദേശീയപാത 2 വീണ്ടും തുറക്കുക എന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രധാന നീക്കമാണ് ഇത്. പാക് വംശജയായ പെൺകുട്ടി ബലാത്സംഗ പരാതി നൽകിയിട്ടും പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഹൈദർ അലി കുറ്റവിമുക്തൻ. കേസ് തുടരാൻ മതിയായ തെളിവില്ലെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് താരത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. ആധുനിക ഫാഷനിൽ വിപ്ലവം സൃഷ്ടിച്ച വിഖ്യാത ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. ഹോളിവുഡിന്റെ ഏറെ പ്രിയപ്പെട്ട ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറായിരുന്നു ജോർജിയോ അർമാനി. പ്രമുഖ ടെക് കമ്പനികളുടെ മേധാവിമാർക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിലേക്ക് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ അടക്കം 5 ഇന്ത്യൻ വംശജർക്ക് ക്ഷണം. അതേസമയം ട്രംപിന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ടെസ്ല മേധാവി ഇലോൺ മസ്കിന് വിരുന്നിലേക്ക് ക്ഷണമില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. വിദേശ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ മിക്ക തീരുവകളും നിയമവിരുദ്ധമാണെന്ന അപ്പീൽ കോടതി വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിച്ചു. വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തീരുവകളെ ന്യായീകരിച്ചാണ് ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യയ്ക്കുമേൽ തീരുവ ചുമത്തിയതെന്നാണ് അപ്പീലിൽ പറയുന്നത്. സുപ്രീം കോടതിയിൽ താരിഫ് കേസ് തോറ്റാൽ യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറുകൾ റദ്ദാക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേസ് തോറ്റാൽ യുഎസിന് വളരെയധികം ദുരിതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞയാഴ്ച താരിഫ് ചുമത്താനുള്ള ട്രംപിന്റെ അധികാരം നിയമവിരുദ്ധമാണെന്ന് യുഎസ് അപ്പീൽ കോടതി വിധിച്ചിരുന്നു. കാഫ നേഷൻസ് കപ്പ് 2025 അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഗോൾ രഹിത സമനില. അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനായിരുന്നു മുൻതൂക്കം. ഗോൾ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കിയതും അഫ്ഗാനിസ്ഥാനാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.